അങ്ങനെയാണ് കമന്റ്സ് വന്നത്. അൻവർ സാറിന്റെ ചിഹ്നം നിങ്ങളൊന്ന് പറയണം, അതായത് അദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആ ചിഹ്നം നിങ്ങളൊന്ന് വീഡിയോയിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് പറയണം എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അൻവർ സാഹിബിന്റെ ചിഹ്നം PV അൻവറിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കത്രികയാണ് കേട്ടോ. കത്രിക ചിഹ്നമാണ്. അപ്പോ കത്രിക ചിഹ്നമാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം. നമുക്കറിയാം കത്രികയുടെ ഒരു പ്രത്യേകത അല്ലെ, അത് നമുക്കറിയാം ഒരു പൂച്ച മുകളിലോട്ട് വലിച്ചെറിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് 4 കാലേ നിൽക്കും എന്ന് പറഞ്ഞാണ് PV അൻവർ സാർ. നമുക്കറിയാം ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും കത്രിക വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും കത്രിക എന്ന് തന്നെയാണ് വരുന്നത് അല്ലെ. ഇതുപോലെ തന്നെയാണ് PV അൻവറിന്റെ വിജയവും. കാരണം എങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും അന്തിമ വിജയം PV അൻവറിനായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ജനത അവകാശപ്പെടുന്നത്. ഞാൻ PV അൻവറിന്റെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ആ വീഡിയോയ്ക്ക് നല്ല ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. ധാരാളം കമന്റ്സ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ എന്റെ വീഡിയോയ്ക്ക് ധാരാളം വ്യൂവേഴ്സ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് ധാരാളം ലൈക്കും കമന്റും സപ്പോർട്ടും ഒക്കെ കിട്ടി. അപ്പോ ഞാൻ ആ കമന്റ്സ് ഒക്കെ വായിച്ചു. ധാരാളം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമന്റ്സ് ഒക്കെ ഈ രാത്രിയിൽ ഇരുന്നാണ് ഇപ്പോഴാണ് ഞാൻ അത് നോക്കിയപ്പോ അതില് 1-2 പേര് ആ കമന്റ്സിൽ പറഞ്ഞു, എന്തുകൊണ്ടാണ് PV അൻവറിന്റെ ചിഹ്നത്തെ പറ്റി നിങ്ങൾ പറയാഞ്ഞത്? ശരിക്കും ഞാനത് വിട്ടുപോയതാണ്. കാരണം എന്താ വെച്ചാൽ PV അൻവറിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയതാണ്. പക്ഷെ ആ പ്രേക്ഷകന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. PV അൻവറിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കത്രികയാണ്. കത്രികയാണ്. ഇതാണ് PV അൻവറിന്റെ ചിഹ്നം, മറക്കാതിരിക്കുക. PV അൻവറിന്റെ ചിഹ്നം കത്രികയാണ്. PV അൻവറിനെ സ്നേഹിക്കുന്ന, PV അൻവറിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞ കത്രിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. അപ്പോ PV അൻവറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ വീഡിയോയ്ക്കും അവർ ഒരുപാട് കമന്റ്സും സപ്പോർട്ടും ഒക്കെ തന്നു. അതിനും ഞാനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മറക്കാതിരിക്കുക, അൻവർക്കായുടെ ചിഹ്നം കത്രികയാണ്. അപ്പോൾ അൻവറിനെ ഇഷ്ടപ്പെടുന്നവർ ഈ പറഞ്ഞ കത്രിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ അൻവർക്കായുടെ ചിഹ്നം ഒരിക്കൽ കൂടി പറയുന്നു, പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്. ഞാൻ ഇതുവരെയും എന്റെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ആ പ്രേക്ഷകൻ പറഞ്ഞതിന് വില കൽപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അൻവർക്കായുടെ ചിഹ്നം കത്രികയാണ് കേട്ടോ. അപ്പോൾ കത്രിക ചിഹ്നത്തിൽ അൻവർക്കായെ ഇഷ്ടപ്പെടുന്നവർ കത്രിക ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക.